രാജ്യവ്യാപകമായി നടക്കുന്ന വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് മറ്റൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പശ്ചിമ ബംഗാൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒപ്പം ബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് അഗർവാളിനുമെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്കിടെയുണ്ടായ മരണങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് ഈ നടപടി. ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവനെതിരെ ഇത്തരമൊരു ക്രിമിനൽ കേസ് എടുക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ സംഭവമാണ്. പശ്ചിമ ബംഗാൾ പോലീസിന്റെ ഈ നീക്കം ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ നിലവിൽ നടന്നുവരുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR നടപടികൾക്കിടെയുണ്ടായ ദാരുണമായ മരണങ്ങളാണ് ഈ FIRലേക്ക് നയിച്ചത്. പുരുലിയ ജില്ലയിലെ 82 വയസ്സുകാരനായ ദുർജൻ മാഞ്ചി എന്ന വയോധികൻ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, ബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് അഗർവാൾ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. 2002 മുതൽ വോട്ടർ പട്ടികയിൽ കൃത്യമായി പേരുണ്ടായിരുന്ന ദുർജൻ മാഞ്ചിയുടെ പേര് ഓൺലൈൻ ഡാറ്റാബേസിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമാവുകയായിരുന്നു. തുടർന്ന് പൗരത്വം തെളിയിക്കാൻ ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നോട്ടീസ് അദ്ദേഹത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി. തന്റെ വോട്ടവകാശവും പൗരത്വവും നഷ്ടപ്പെടുമോ എന്ന ഭീതിയിൽ അദ്ദേഹം ജീവൻ ഒടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ കനായി നൽകിയ പരാതിയിൽ തന്റെ പിതാവിന്റെ മരണത്തിന് ഉത്തരവാദികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണെന്ന് വ്യക്തമായി ആരോപിക്കുന്നുണ്ട്. ഒരു സാധാരണ പൗരനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ മറുപടി പറയണമെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. സമാനമായ രീതിയിൽ ഹൗറയിൽ ജമാഅത്ത് അലി ഷെയ്ഖ് എന്ന 64 വയസ്സുകാരൻ ഹിയറിംഗ് നോട്ടീസ് ലഭിച്ചതിനെ തുടർന്നുണ്ടായ ആഘാതത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു അംഗീകൃത വോട്ടർ ആയിരുന്നിട്ടും എന്തിനാണ് തന്നെ വിളിപ്പിച്ചതെന്ന ആശങ്കയിലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. ബംഗാളിൽ മാത്രം ഏകദേശം 58 ലക്ഷത്തോളം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ നീക്കം നടക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും പാവപ്പെട്ടവരും നിരക്ഷരരുമായ വോട്ടർമാരാണ്. മോദി സർക്കാർ NRC പിൻവാതിലൂടെ നടപ്പിലാക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിലൂടെ നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള BJPയുടെ അജണ്ടയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. ഈ ഭരണകൂട ഭീകരത കേവലം സാധാരണക്കാരെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്. പ്രശസ്ത ബംഗാളി കവിയും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ജയ് ഗോസ്വാമിയുടെ പേരും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 72 വയസ്സുള്ള അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾക്കിടയിലും നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകിയത് സാംസ്കാരിക ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് പകരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണ് കമ്മീഷൻ സ്വീകരിക്കുന്നതെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. കമ്മീഷന്റെ അമിതമായ സമ്മർദ്ദം മൂലം ഇതിനോടകം 40ഓളം BLOമാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവനൊടുക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ പലരും തങ്ങളുടെ ആത്മഹത്യാക്കുറിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പീഡനങ്ങളെക്കുറിച്ച് കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തതോടെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പശ്ചിമ ബംഗാൾ പോലീസിന്റെ മുൻകാല നടപടികൾ പരിശോധിക്കുമ്പോൾ കുറ്റക്കാർ എത്ര ഉന്നതരായാലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അവർ സ്വീകരിക്കാറുള്ളത്. ഗുരുഗ്രാമിൽ നിന്നൊരു പ്രമുഖ ഇൻഫ്ലുവൻസറെ അറസ്റ്റ് ചെയ്ത ബംഗാൾ പോലീസിന്റെ ചരിത്രം BJP ക്യാമ്പിനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അഴികൾക്കുള്ളിലാകാനുള്ള സാധ്യതയാണ് ഈ കേസ് തുറന്നിടുന്നത്. എന്നാൽ ഭരണഘടനാപരമായ പരിരക്ഷയുള്ളതിനാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തങ്ങളുടെ ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണമാണ് നടത്തുന്നതെന്നും അതിനെ ക്രിമിനൽ നടപടികളുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. ഭരണഘടനാപരമായ പരിരക്ഷയുടെ പേരിൽ ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഒരു പോഷക സംഘടനയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് ഇതിനോടകം വിമർശിച്ചിട്ടുണ്ട്. വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണീരിന് മോദി സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറുപടി നൽകേണ്ടി വരും. സാധാരണക്കാരന്റെ വോട്ടവകാശം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഈ ഭരണകൂട വേട്ടയാടലിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ പാർലമെന്റിനകത്തും പുറത്തും ഈ വിഷയം വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്.